നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യർ, തൃശ്ശൂർ ജില്ലയിൽ ഒരു കണ്ടെയ്നർ ലോറി സ്പീഡിൽ വന്ന ഒരു മരത്തിലിടിച്ച് മരക്കൊമ്പ് വീണ് തൊട്ടടുത്തുണ്ടായിരുന്ന കാറ് തുളഞ്ഞ് അതിൽ ഉണ്ടായത് ഒരു യുവതി അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടു, മരണപ്പെട്ടു. അതിൽ റോഡ് സുരക്ഷയുടെ പേരിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയില്ല. വേറെ മരക്കൊമ്പൊക്കെ വേണ്ടി മാറ്റണം. മറ്റൊന്ന് വണ്ടി ഓടിച്ചെന്ന കണ്ടെയ്നർ പോലെയുള്ള സാധനമൊക്കെ ഓവർ സ്പീഡിൽ വന്നത്. ഇത് ഞാൻ പറയാൻ കാരണം, പാലഘട്ടം പൈപ്പ് ലൈനിൽ നിന്ന് തമ്മനത്തേക്ക് പോകുന്ന റോഡ്, അവിടെ ഒരു മരം ഇതുപോലെ ടാർ ചെയ്ത ഭാഗത്ത് ചേർന്ന് നിൽക്കുകയാണ്. അടിയാണെങ്കിൽ അതിനിപ്പം കേട് വന്നിട്ട് അതൊന്ന് വെട്ടി മാറ്റണം എന്ന് പറഞ്ഞുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിച്ചാൽ ഉപകാരം. മറ്റൊന്ന്, വൈകി ഉദിക്കുന്ന ബുദ്ധി മണ്ടത്തരം തുല്യമാണ്. അതിൽ വൈകി ലഭിക്കുന്ന നീതിയുടെ തുല്യമാണ്. ഇതൊക്കെ ആർക്കും അറിയാൻ പാടില്ലാത്തല്ല. നമ്മുടെ ഭരണകൂടങ്ങൾക്കോ നമ്മുടെ നീതിപീഠങ്ങൾക്കോ ഒന്നും അറിയാൻ പാടില്ലാത്തല്ല, എല്ലാം അറിയാം. ഏതൊരു 40 വർഷം മുൻപ് ഒരു ഉദ്യോഗസ്ഥൻ 100 രൂപ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിന് പേരിൽ ജയിലിട്ടതാണ്. 100 രൂപയ്ക്ക് വേണ്ടി 40 വർഷം ജയിലിൽ കിടന്നതാണ്. ഇപ്പം പറഞ്ഞത് അത് തെളിവില്ല, അത് കള്ള പരാതിയായിരുന്നു. ആ 40 വർഷം ആ മനുഷ്യനെ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്താ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും സർക്കാരും കോടതികളൊക്കെ കാണിക്കുന്നത്? സർവബുദ്ധി രാക്ഷസന്മാരെ എന്തെങ്കിലും മനുഷ്യത്വമുണ്ടെങ്കിൽ ഇന്ന് ജയിലിൽ കിടക്കുന്ന സർവ കുറ്റവാളികളെയും ശരിക്ക് അന്വേഷിച്ചിട്ട് കുറ്റവാളിയല്ലെന്ന് കണ്ട വിട്ടുവിടണം. ഇപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു സമുദായം എടുത്താലോ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട എത്ര 1 ലക്ഷത്തിൽപ്പരം ആൾക്കാർ വിചാരണ കൂടാതെ ജയിലിൽ കഴിയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു പോയാൽ പിന്നെ തീവ്രവാദിയായി, ഭീകരവാദിയായി, വിഘടനവാദിയായി, വർഗീയവാദിയായി. നമുക്ക് എല്ലാവർക്കും നീതി ലഭിക്കണ്ടേ? വിചാരണ കൂടാതെ തേയിൽ കഴിയുന്നുണ്ടെങ്കിൽ ആരായിരുന്നാലും, അല്ല ജാതി മതം ഒന്നും നോക്കണ്ട, ന്യൂനപക്ഷം പ്രത്യേക താല്പര്യമൊന്നുമില്ല, ആ പ്രത്യേകമില്ല. എല്ലാവരും വിചാരണ നടത്തിയിട്ട് കുറ്റവാളിയായിട്ട് ശിക്ഷിക്കണം. തൂക്കിക്കൊല്ലെങ്കിൽ തൂക്കിക്കൊല്ലാം, ഒരു തെറ്റും നമുക്ക് പറയില്ല. പക്ഷെ അത് ചെയ്യാതെ അകാരണമായിട്ട് നീണ്ട രീതിയിൽ വിചാരണ നടത്താതെ ചെയ്യുന്നത് അത് നീതികേട് തന്നെയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്നൊരു കാര്യം, ഇപ്പോൾ ഹസീന, ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി നമ്മൾ സംരക്ഷണം കൊടുത്തിരിക്കുക. അതൊക്കെ അയൽവക്ക രാജ്യത്ത് രക്ഷാത്ത വരുമ്പോൾ സംരക്ഷണം കൊടുക്കുക, എല്ലാ രാജ്യവും ചെയ്യാറില്ല. അതൊന്നും നമ്മൾ കുറ്റം പറഞ്ഞില്ല, അത് ഗവൺമെൻറ് വിവേചനാധികാരം, നമ്മൾ കുറ്റം പറഞ്ഞില്ല. പക്ഷേ അതിൻ്റെയൊക്കെ പുറകളുടെ കളി മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മുടെ ദലൈലാമ 60 വർഷമായി ഇങ്ങനെ വധശിക്ഷ വിധിച്ചിട്ട് ഒളിവിൽ വന്ന് അല്ലെങ്കിൽ രാജ്യം മാറി നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത് 60 വർഷമായി. എന്നിട്ട് തീരുമാനമായില്ല. പുള്ളി 140 വയസ്സ് ജീവിക്കുന്നതാണ്. ഇപ്പം 110 വയസ്സിലായിട്ടുള്ളൂ. ഇനിയും കിടക്കും 30 വർഷം. ഇതൊക്കെയാണ് അനന്തമായി നീണ്ടുപോകും. നീതി ലഭിക്കും അപ്പോഴും. എല്ലാം ശ്രദ്ധിക്കണ്ടില്ലേ? നമ്മുടെ പ്രധാന പോയിന്റ് ഇതൊന്നും അല്ല. പ്രധാന പോയിന്റ് വിഷയത്തിൽ കടക്കാണ്. രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഇലക്ഷൻ തന്നെയാണ്. ഇത് പറയുമ്പോൾ ഇന്ത്യയിൽ 90% വരുന്ന പിന്നോക്ക ദളിത് ന്യൂനപക്ഷങ്ങളുടെ ഭാവിയാണ് ത്രാസി കിടക്കുന്നത്. ഇത് ആരെങ്കിലും മനസ്സിലാക്കാതെ ചിന്തിക്കുന്നുണ്ടോ? ആരെങ്കിലും പറഞ്ഞാൽ അത്ര കണക്കാക്കുന്നില്ല. എൻ്റെ ഇത് കേൾക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്തൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ പോരാ, കുറച്ചുകൂടി ആൾക്കാർ ജനങ്ങളിലേക്ക് എത്തിക്കണം. കുറച്ചുകൂടി ആൾക്കാർ ജനങ്ങളിലേക്ക് എത്തിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നീതിയാണ് ഈ പറയുന്നത്. ഇന്ത്യയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 2% വരുന്ന ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽ ഒരാൾ ഇന്ത്യയുടെ പ്രസിഡന്റോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുണ്ടോ? ഒരു സാധ്യതയില്ല. അത് വ്യത്യസ്ത 6008 ജാതികളും ഉപജാതികളും ഇന്ത്യയിൽ 2% ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഒരാളെ ഇന്ത്യയിൽ പ്രസിഡന്റ് ആക്കണമെങ്കിൽ പിന്നെ പ്രധാനമന്ത്രി ആക്കണമെന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായിട്ട് നമ്മൾ തോന്നുന്നില്ല. മനഃശാസ്ത്രം പറഞ്ഞതാണ്. അത് നല്ല കാര്യമെന്ന് പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ വളരെ കുറച്ച് ശതമാനമുള്ളൂ
ന്യൂയോർക്കിലെ ഗവർണർ മുസ്ലിം, അയാൾ ന്യൂയോർക്ക് ഗവർണറായി തിരഞ്ഞെടുത്തത്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ 2% ക്രിസ്ത്യാനിക്ക് പ്രധാനമന്ത്രിയാവുമോ അല്ലെങ്കിൽ പ്രസിഡന്റാകുമോ ഒരു തെറ്റുമില്ല. പക്ഷെ നമ്മുടെ വ്യത്യസ്ത ആചാരം രീതിയാണ്. ചാണകം കഴിക്കുന്ന, ഗോമൂത്രം കുടിക്കുന്ന സാധാരണക്കാർ, നിരക്ഷര കുട്ടികളൾക്ക് എന്തെങ്കിലും ജാതിയുടെ പേര് പറഞ്ഞാൽ അവരത് പെട്ട് ഉൾക്കൊള്ളും. അത് ഊതി വീർപ്പിച്ച് ഇവിടെ ഫാസിസ്റ്റുകൾ അത് ചെയ്യുകയും ചെയ്യും. അല്ലെങ്കിൽ വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിച്ച് തെറ്റൊന്നുമല്ല, ജനാധിപത്യ രീതി തെറ്റുമില്ലുണ്ടോ, ഒന്നുമില്ല. പക്ഷെ അതിന് ദുർവ്യാഖ്യാനം ചെയ്ത് ഇവിടുത്തെ സവർണ ഫാസിസ്റ്റുകൾ പ്രവർത്തിച്ച ഫലമായിട്ട് 100 സീറ്റ് കോൺഗ്രസ് പോയി. കാരണം അവർ പറയുമ്പോൾ വടക്കേ ഇന്ത്യ ലോബി സാധാരണക്കാർ ഉൾക്കൊള്ളും, അംഗീകരിക്കും. അല്ലെങ്കിൽ അത് തെറ്റ്. ഇന്ത്യയിലെ ഏത് പൗരനും ഏത് മണ്ഡലത്തിൽ മത്സരിക്കാം, ഒരു തെറ്റുമില്ല. സാമാന്യ ബുദ്ധി വെച്ച് നോക്കിയാൽ. പക്ഷെ ഇവിടെ സാമാന്യ ബുദ്ധി അല്ലല്ലോ. അവിടെയുള്ള വിഷയം പറഞ്ഞു വരുന്നത്, രാഹുൽ ഗാന്ധി സോണിയ കുടുംബം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് സ്വമേധയ മാറി നിന്നാൽ അത് വലിയ ഉപകാരമാണ്. മാറി നിന്നില്ലെങ്കിൽ വലിയ അപകടമാണ്. ഇപ്പോൾ സോണിയാഗാന്ധി പോയി, പ്രിയങ്ക പോയി, രാഹുൽ പോയി, അടുത്ത് വരുന്നപ്പോൾ നേരിട്ട് റോബർട്ട് വധേരവരാണ്. റോബർട്ട് വധേര രാഹുലിനെയും ഇന്ദിരാഗാന്ധിയും സോണിയയുടെ മുമ്പിൽ നിന്ന് കൃത്യം നെയിം നേരില്ല. സോണിയ ഉണ്ടെങ്കിൽ ഇതില്ല. ഇത് റോബർട്ട് എന്ന കത്തോലിക്കൻ്റെ പേരാണ് വരുന്നത്, അയാൾ നയിക്കുന്നത്. ഇത് അപകടം എന്താ അറിയോ? ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞ് നിങ്ങൾ തെറ്റിദ്ധരിക്കും അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് കാര്യമില്ല. നമ്മുടെ വീട്ടിൽ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അമ്മായിയമ്മയുടെ മുറിക്കൊണ്ട് നടന്നു പോകുമ്പോൾ അമ്മായിയമ്മയുടെ നഗ്നത പുറത്ത് വെക്കണം. നമ്മളിത് കണ്ടുകൊണ്ട് എങ്ങനെ പോകും? അത് തുണി വലിച്ചിട്ട് ഇങ്ങനെ മറക്കും. രണ്ടും അപകടമല്ലേ? ഒരു മനഃശാസ്ത്ര കൂട്ടായി പറഞ്ഞത് ഇത് രണ്ടും. അത് അമ്മായിയമ്മ അറിഞ്ഞാൽ അത് മോശമാണ്. ഏത് ചെയ്യും? കണ്ടിട്ട് തുണി ഇടാതെ പോകണോ അത് തുണി വലിച്ചിടണോ? രണ്ടും പോരാ. അതുപോലെയാണ് ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിയെ സോണിയ കുടുംബത്തെ ഇത് മാറ്റാന്ന് വിചാരിക്കുക, അതും വലിയൊരു അപകടം. കാരണം ഒരുവിധം കുറേ അധികം വിഡ്ഢികൾ അവരെ പുറകിലുണ്ട്, കോൺഗ്രസ് പറഞ്ഞു നടക്കും, പ്രത്യേകം മുസ്ലിങ്ങൾ. ഇനി മാറ്റാതെ അങ്ങനെ മുന്നോട്ട് പോയിട്ട് അതും അപകടമാണ്. അപ്പോൾ ഇന്ത്യയിൽ 90% പിന്നോക്ക ദളിത് ന്യൂനപക്ഷങ്ങൾ വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ ഇന്ത്യ കടന്നു പോകുന്നത്. അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടാക്കിയെടുത്താണ് ഇവിടുത്തെ സവർണ ലോബികൾ, സവർണ ഫാസിസ്റ്റുകൾ. രാഹുൽ ഗാന്ധി എങ്ങനെയാണ് രാജീവ് ഗാന്ധി സോണിയായിട്ട് പരിചയപ്പെട്ടതെന്ന് ആരും പറയുന്നില്ല. സാധാരണ പ്രേമിക്കുന്നാൽ കൂടെ ജോലി ചെയ്യുക, അല്ലെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ സ്ഥിരം ബസ്സിൽ ട്രെയിനിൽ യാത്ര ചെയ്യുക. ഇത് എവിടെ വെച്ചാണ് രാജീവ് ഗാന്ധി സോണിയാഗാന്ധി കണ്ടുപിടിച്ചത് ആരും പറയുന്നില്ല. എങ്ങനെയോ വന്നു. യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത സാധാരണ ഒരു സ്ത്രീ പറയുന്ന ആൾക്കാണെങ്കിൽ ബാർ ഹോട്ടലിൽ സപ്ലൈ എന്നൊക്കെ പറയുന്നത്. അവർ വന്ന് കല്യാണം കഴിച്ച് എങ്ങനെ വന്നു വന്നില്ല, ഇന്ത്യയുടെ അധികാരത്തിൽ സൂപ്പർ പദവിയായി. BJPക്കും സവർണ ഫാസിസ്റ്റിനും അധികാരത്തിൽ കയറാനുള്ള ഏറ്റവും വഴിയല്ലേ. അത് കഴിഞ്ഞ് ഒരു ചെറിയ തെറ്റ് പറ്റി, അത് തിരുത്താതെ വീണ്ടും മകളെ കൊണ്ടുവന്ന് ഒന്നാന്തരം പേരെടുത്ത കത്തോലിക്ക് കൊടുത്തു, റോബർട്ട് വധേര തീർന്നില്ലേ. അത് ഇത്രയും കാലം അങ്ങനെ നിന്നില്ല. കാർട്ടിൽ പുറകിലായിരുന്നു, ഇപ്പം കാർട്ടിലും ഫ്രണ്ടിലൊന്ന്. എൻ്റെ ക്രിസ്ത്യൻ സഹോദരങ്ങളെ, നിങ്ങളോട് എന്നോട് വിചാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ലാബിൽ രക്തം പരിശോധിക്കാൻ കൊടുത്താൽ അത് കാണുമെന്ന് പറയും. അതിന് ലബോറട്ടറികളൊന്നും ലാബിൻ്റെ ആൾക്കൊന്നും ചെയ്യാനില്ല. അതുപോലെ ഞങ്ങളുടെ മനഃശാസ്ത്ര ഗ്രൂപ്പ് പറയുന്ന കാര്യം പറഞ്ഞത്, എനിക്കതിലൊന്നും പറയാനില്ല. എനിക്ക് വേണമെങ്കിൽ പറയാതിരിക്കാം. അത് വലിയ ആപത്തല്ലേ പബ്ലിക്കിനോട്? അല്ലെങ്കിൽ 90% ജനതയോട് കാണിക്കുന്നത് വഞ്ചനയായിരിക്കും ഞാനത് പറയാതിരുന്നാൽ. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ റോബർട്ട് വരെ നേരിട്ട് പറയും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് സോണിയ കുടുംബം, രാഹുൽ കുടുംബം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തൽക്കാലം മാറി നിൽക്കുക, സ്വമേധയെ മാറി നിൽക്കുക. ആ മഹാനായ മനുഷ്യൻ ഞാൻ പറഞ്ഞു, രാഹുൽ ഗാന്ധിയെ നല്ല മനുഷ്യൻ. ആ മനുഷ്യൻ അങ്ങ് തീരുമാനിച്ചാണ്. അപ്പം ലോബി വർക്ക് ചെയ്ത് 5000 കോടി കൊടുത്തുകൊണ്ട് ഒരു പദയാത്ര നടത്തി. അതൊക്കെ ഇന്നലെ പറഞ്ഞാൽ വീണ്ടും പറഞ്ഞില്ല. എന്ത് തേടി? ഇപ്പം ആളുകൾ കർണാടക അതും ഇനി പോകാൻ പോകണം, കർണാടകയും പോകാൻ പോകണം. ഇപ്പം 100 MLA ശിവകുമാറിൻ്റെ ആളുകൾ ഡൽഹി കാണാൻ പോയിട്ടുണ്ട്. ഡൽഹിയിൽ ആരെ ഡൽഹിയിൽ ഉത്തരവാദിത്തമുള്ളൂ? രാഹുൽ ഗാന്ധിക്ക് സൂപ്പർ പദവിയുണ്ടോ? പ്രിയങ്കയ്ക്കുണ്ടോ? സോണിയക്കുണ്ടോ? ഗാർഗയ്ക്കുണ്ടോ? ആരോടോ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സുപ്രീം? നിലവിൽ ആരുമില്ല.
പിന്നെ കേസ് വേണു പറഞ്ഞാൽ കർണാടകത്തെക്കുറിച്ച് എന്ത് തീരുമാനമെടുക്കാൻ പറ്റും? പണ്ടൊക്കെ അഹമ്മദ് പട്ടേൽ കിട്ടായത് ഒരു പരിധി ആസാദ് ഗുലാം നബി ആസാദ് കണ്ട് അവർക്കൊരു പരിധി വരെ വടക്കേ കഴിഞ്ഞ ആളെന്നതിലും രാഷ്ട്രീയത്തെ പാരമ്പര്യം വെച്ചൊക്കെ എന്തെങ്കിലും പറയായിരുന്നു. ഇത് കേസ് വേണു പറയാൻ പറ്റുമോ? പറയാൻ അവകാശമുണ്ടോ അധികാരമുണ്ടോ? പുള്ളിക്കാണ് താല്പര്യം. പുള്ളി കേരളത്തിൽ മുഖ്യമന്ത്രിയാണെന്ന് നോക്കാണ്. അതാ പുള്ളി ഒറ്റ ചിന്തയുള്ളൂ. ഇതിനകത്ത് ഉടമസ്ഥ ഇല്ലാത്ത ഒരു പ്രസ്ഥാനമായി ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. യഥാർത്ഥ അവകാശമില്ലാത്തതായി ആരൊരു ആൾക്കൂട്ടും വെറും ആൾക്കൂട്ടായിപ്പോയി. ഇതിങ്ങനെ തുറന്ന് പറയാൻ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇന്ന് ഇന്ത്യയിൽ സാധിക്കുന്നുണ്ടോ? ഇനി പറയുമൊരു എല്ലാവർക്കും അറിയാം. പക്ഷെ അമേരിക്ക എല്ലാ രോഗത്തും ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടാണ്. പക്ഷെ ആ മരുന്നാട് ഇറങ്ങിക്കഴിഞ്ഞാൽ കോടിക്കണക്കിന് മെഡിക്കലിലെ ഇൻഡസ്ട്രി ഉണ്ടായി, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ലോടിക്കണം മുടക്കണം ലോകത്ത്. അതൊക്കെ ഒന്ന് പൂട്ടി പോവില്ലേ? അതുകൊണ്ട് അത് ഇപ്പോഴും ഇറക്കിയെന്നില്ല, പുറത്താക്കില്ല എന്നാണ്. വേറൊരു കാര്യം നിങ്ങൾക്ക് അറിയില്ല, അറിയാത്ത കാര്യം പറയാം. വെള്ളം ഉപയോഗിച്ച് കാർ ഓടിക്കാൻ കണ്ടുപിടിച്ച ആളുണ്ട്. ആള് ഭസ്മായി പോയി, അറിഞ്ഞില്ല ഇതിനൊന്നും. ആരുകൊണ്ട് ഈ കോടാനുകോടി രൂപ മുടക്കി കമ്പനികൾ ഉണ്ടാക്കുന്ന മോട്ടോർ കമ്പനി ഉണ്ടാക്കുക, അതൊക്കെ നിന്ന് പോകില്ലേ? വെള്ളം ഉപയോഗിച്ച് വണ്ടി ഓടിക്കാമെന്ന് കണ്ടുപിടിക്കുക. അത് വേറെ ഒന്നുമില്ല, അല്പമൊന്നുമില്ല. അതിൽ ഹൈഡ്രജൻ H2 ആണല്ലോ വെള്ളം എന്നുണ്ട്. 2 ഭാഗമായിട്ട് 1 ഭാഗം ഓക്സിജൻ. അതിൽ നിന്ന് ഓക്സിജൻ ഹൈഡ്രജൻ വേറെ എടുത്ത് കത്തിച്ച് അങ്ങനെ പണ്ട് ആവിയൻ ജല തീവണ്ടി, അത് മറ്റു രൂപമാണ്. അവർ 2 സ്പ്രിങ് ഉപയോഗിച്ച് ജപ്പാനിൽ അമേരിക്കകളിൽ യുദ്ധം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് പറഞ്ഞു വരുന്നത്, വ്യാവസായികമായിട്ട് ജപ്പാൻ കോമ്പറ്റ് ചെയ്യാൻ അമേരിക്ക സാധിക്കില്ല. അമേരിക്ക ഇൻഡസ്ട്രി നിന്ന് പോകുന്നു. അവർ 2 സ്പ്രിങ് ഉപയോഗിച്ച് വാച്ച്, നമ്മുടെ ഓട്ടോമാറ്റിക് വാച്ച് 2 സ്പ്രിങ്ങിൽ ഉപയോഗിക്കുന്നത്. ഒരു സ്പ്രിങ് തീരും, മറ്റൊരു സ്പ്രിങ് വീണ്ടും കറക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. അത് കറക്കാതെ ഓട്ടോമാറ്റിക് വരും. അതുപോലെ 2 സ്പ്രിങ് ഉപയോഗിച്ച് കാർ ഉപയോഗിക്കാം നിസ്സാര ചെലവിൽ. അതിൽ വെള്ളത്തിൽ നിന്ന് കറണ്ട് ഓടിക്കാം നിസ്സാര ചെലവിൽ. നടക്കൂല, അങ്ങ് തരണം. അതുപോലെ ഈ മരുന്ന് അതുപോലെയാണ്. 90% വരുന്ന ഇന്ത്യയിൽ പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങൾ വലിയ ആപത്തിലേക്ക് ആകുമ്പോൾ അത് ഇതുപോലെ പറയാൻ ഒരു ആരുമില്ല, പറയാൻ പറ്റില്ല. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പദവിയുണ്ട്, പവർ വേണം. ഇപ്പം ശിവകുമാറിന് കർണാടകയിൽ പവറുണ്ട്, രാഷ്ട്രീയത്തിൽ പവറുണ്ട്. അത് ദേശീയ ലെവലിലാണ് വരേണ്ടത്. ഇപ്പോൾ രാഹുൽ ഗ്രൂപ്പ്, രാഹുലല്ല വാസവ, അവർ പാവങ്ങളാണ്. രാഹുൽ ഗ്രൂപ്പല്ല, അവരെ നിയന്ത്രിക്കുന്ന ആ ഒരു ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ് സമ്മതിക്കില്ല. ഇപ്പോൾ ശശി തരൂരിനെ പുറത്താക്കാൻ ശ്രമിച്ചു, പുറത്താക്കി അല്ലേ? അത് ഉണ്ണിത്താനൊക്കെ പറഞ്ഞ ഉണ്ണിത്താനും ശശി തരൂർ തമ്മിൽ താരതമ്യത്തിൽ ഉണ്ണിത്താൻ ആരെടോ താനൊക്കെ? ഞാൻ ശശി തരൂർ പോയി പറയില്ല, അങ്ങനെ കളിയാക്കണം. എം എം ഹസന് എന്താണ് രാഷ്ട്രീയ പാരമ്പര്യം? എന്ത് സയന്റിസ്റ്റല്ലാണോ? അല്ല ഇതാണോ? ഒരു സാധാരണ കോൺഗ്രസ്സുകാർ പറയുന്നതായിട്ട് ഈസി ആയിട്ടാണ്. ശശി തരൂർ കാണിച്ചത് അല്പം തെറ്റുണ്ട്, കുറ്റമുണ്ട്, അല്പം തെമ്മാനത്തിനും പറയാം. അതുപോലെ വേറൊരു മഹാണ് ഇപ്പോൾ അൻവർ ഇന്നിപ്പോൾ കരയാണല്ലോ. സന്ദീപ് വാര്യർക്ക് കൊടുത്ത പകുതി അനുകൂലം ഇരിക്കുവാണെന്ന്. അതിനൊക്കെ വലിയ ആവശ്യനോടോ അൻവറെ? നിങ്ങൾ LDF നിന്ന് വിട്ടുവന്നെങ്കിൽ, സംഘപരിവാറിനെതിരെ പിണറായി വിജയൻ പറഞ്ഞെങ്കിൽ അതെല്ലാം അടിയിരിക്കുന്ന അപകടം നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് മനസ്സിലായില്ല, അടിയൊടുക്കം മനസ്സിലായില്ല, തിരിച്ചറിവുണ്ടായില്ല. അറിവുണ്ടായിട്ട് കാര്യമില്ല, തിരിച്ചറിവ് വേണം. അവസാനം സ്ഥാനാർത്ഥിയായിട്ട് AICC പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ മുന്നണിയിലെ കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയിൽ ഘടകകക്ഷി ആകാൻ ശ്രമിക്കുമ്പോഴേ പിന്നെ അതിനെന്ത് വെല്ലുവിളിച്ച് തന്നെയൊക്കെ റോഡിലിട്ട് തല്ലുണ്ടോ? ഇതിപ്പോൾ നാറി നിൽക്കണം. ഞങ്ങൾക്ക് മുസ്ലിം സമുദായം ഞങ്ങൾക്ക് നാണക്കേടാണത്. നിങ്ങൾ കാണിച്ച് വിട്ടിത്തരം കൊണ്ട് നിങ്ങൾ ഇട്ടോടി അടിക്കുന്നു കോൺഗ്രസ് UDF ചേർക്കാതെ. അത് ഇന്നലെ വന്ന സംഘപരിവാർ അനുഭാവിയാൽ തികച്ചും സംഖ്യയായ, ഇപ്പോഴും മനസ്സിൽ സംഖ്യത്വം മാറിയില്ല. സന്ദീപ് വാര്യർ DPCയുടെ ജനറൽ സെക്രട്ടറി കൊടുത്ത് സ്ഥാനം കൊടുത്ത് മന്ത്രിയാക്കാൻ പോകുന്നു. ഈ നെറുകേട് കണ്ടിട്ട് എങ്ങനെയോ ഞങ്ങൾ സഹിക്കുക? ഞങ്ങൾ പേര് കൊണ്ട് മുസ്ലിമായി പോയില്ലോ, ഞങ്ങൾ ആ ജാതിയിൽപ്പെട്ടു പോയില്ലേ? ഇപ്പം ഞാൻ പാമ്പ് എടുത്തപ്പോൾ ഞാനും പറയും ഞങ്ങളും കളിച്ച് അങ്ങനെ ഇരിക്കുന്നു. അതുപോലെ ഞാനൊരു കഴിവില്ല, അതുപോലെ എനിക്കൊരു കഴിവില്ല. പക്ഷെ ഞാൻ ആ കഴിവുകൊണ്ട് സമുദായത്തെ ആളെ അറിയത്. അതാണ് അൻവറെ പോലുള്ള വിഡ്ഢികൾ കാണുക. കാരണം നമ്മൾ അനുഭവിക്കും. അതുപോലെ മുസ്ലിം ലീഗ് എന്ന പേര് ഉപയോഗിച്ചിട്ട് പേരിൽ സമുദായം എന്തുമാത്രം നാണം കിടന്നറിയോ? വെള്ളാപ്പള്ളി മുമ്പിൽ പോലും തങ്ങൾ വെള്ളാപ്പള്ളി പറഞ്ഞ ലീഗിനെ പറഞ്ഞാൽ അത് സമുദായം വെച്ച് നോക്കും, ഞങ്ങൾക്ക് നാണക്കേണ്ടെന്നേ. അതാണ് ഞങ്ങൾ പറഞ്ഞ ജാതി പേര് മാറ്റി നിങ്ങൾ നിൽക്കുക ചെയ്യില്ല. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഈ കത്തോലിക്ക കോൺഗ്രസ്സുമാണ് ഇന്ത്യയിൽ സവർണ ഫാസിസ്റ്റുകളിൽ വളക്കൂറുള്ള കിട്ടുന്നത്. അത് രണ്ടുപേരും മാറ്റാൻ അവർ സമ്മതിക്കില്ല, അവർ മാറിയില്ല. ഒന്നുകിൽ സ്വയം മാറണം, അല്ലെങ്കിൽ മാറ്റണം.
നാറാനും പാടില്ല, നാറ്റിക്കാനും പാടില്ല. ഇത് സ്വയം നാറുകയാണ്, അവൻ നാറ്റിക്കാണ്. ഈ കത്തോലിക്ക കോൺഗ്രസും ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും സ്വയം നാറുന്നതോടൊപ്പം തന്നെ മറ്റ് നാറ്റിക്കാൻ പറ്റുള്ളവരെ. അതാണ് ഞങ്ങൾ പറയുന്നത്. വളരെ ഗൗരവമുള്ള വിഷയം നമ്മൾ പറയുന്നത്. നിസ്സാര കാര്യം എന്നാലും ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അൻപതിനെ പോലെ മണ്ടന്മാരൊന്നുമില്ല. ഞങ്ങൾ ബോധോദയമുള്ളവരാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് ഞാനില്ല. പറയുന്ന വളരെ ഗൗരവമുള്ള കാര്യമാണെന്നും വളരെ കണ്ടു നോക്ക്. പോയി ഇനി ഏതെങ്കിലും സ്റ്റേറ്റ് ഉണ്ടോ? 100% സ്റ്റേറ്റ് കേരളം ഭരിച്ച ഒരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്നിപ്പോൾ കർണാടക പോകാൻ പോവാണ്. 100 MLA എന്നിരിക്കുകയാണ്. MLA എന്ന് ചോദിച്ചാൽ ശിവകുമാറിന് മുഖ്യമന്ത്രിയെ കൊടുക്കുമോ? സിദ്ധരാമയ്യ മാറുമോ? അതോ സിദ്ധരാമയ്യ മാറിക്കഴിഞ്ഞാൽ മറ്റൊരു ജ്യോതി നിതീഷ് കുമാറിൽ പോവില്ലേ? കാരണം അവിടെ ഒരു വാ പൊളിച്ച് സംഘപരിവാർ ഗ്രൂപ്പ് വാ പൊളിച്ചെടുക്കാണ്. എന്തെങ്കിലും വന്നാൽ അവർ സ്വീകരിക്കാനായിട്ട് അവിടെ ആർക്കും മിണ്ടാൻ പറ്റില്ല. മിണ്ടി അപ്പം അങ്ങോട്ട് പോകും. ശശി തരൂർക്ക് തന്നെയല്ലേ? അത് മനസ്സിലാക്കണ്ടേ? അതാ ഞാൻ പറഞ്ഞു. അമ്മായിയമ്മയുടെ ആ മുണ്ടിൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. ഇനി സോണിയാഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മാറി നിന്നാലും അപകടമാണ്. ഇനി മാറി നിൽക്കുക ഈ നിലക്ക് പോയാലും അപകടം. രണ്ടും അപകടമാണ്, വലിയ അപകടം. അതിന് പരിഹാരം കാണാൻ ഒരു മാർഗമില്ല. അത് സാഹചര്യം ഉണ്ടാക്കിയെടുത്താണ്. ബുദ്ധിയുള്ള സംഘപരിവാർ അല്ലെങ്കിൽ സവർണ ഫാസിസ്റ്റുകൾ അവർ ബുദ്ധിശക്തിയിൽ ഐക്യയിൽ വളരെ കൂടുതലാണ്. നിങ്ങളെ പോലും മണ്ടന്മാരൊന്നുമില്ല. അവർ ആ സാഹചര്യം ഉണ്ടാക്കിയെടുത്താണ്. ഒന്നുകിൽ ചേട്ടൻ വെയിലിട്ടുമ്പോൾ ഞാൻ ഊണഴിക്കാൻ പോവാം, അല്ലെങ്കിൽ ഞാൻ ഊണഴിക്കുമ്പോൾ ചേട്ടൻ വെയിലിട്ട് പോകും. രണ്ട് കയ്യിലും സ്വീകരിക്കണം. അതുപോലെ ഇന്ന് ഇന്ത്യയിൽ 90% ന്യൂനപക്ഷ പിന്നോക്ക ദളിതുകൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് സംഘപരിവാറിൻ്റെ കൂടാം, വേറെ ചോയ്സ് ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ സ്വയം നാശത്തിലേക്ക് പോവാം. അങ്ങനെയല്ല കിടക്കുന്നത്. ഇപ്പോൾ SIR വേണ്ടെന്ന് സുപ്രീം കോടതി പറഞ്ഞറിയോ? 26-ാം തീയതി വിധി വരാണ്. 26-ാം തീയതി വരുമ്പോഴും ഇന്നത്തെ കണ്ടീഷൻ സുപ്രീം കോടതി പോലും ഇലക്ഷൻ കമ്മീഷൻ എതിർത്തൊന്നും പറയാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ബീഹാറിലുണ്ടായാലും ഇതിൽ ഇവിടെ അസംബ്ലി ഇവിടെ പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നത്, ബീഹാറിൽ അസംബ്ലി ഇലക്ഷൻ. എന്നിട്ടും ബീഹാറിൽ ഇത് ആരും കൊടുത്തു. കാരണം ഭരിക്കുന്ന കക്ഷി BJP ആണ്. അവർ പോകില്ല. ഇവിടെ ഗവൺമെൻറ് മാറിക്കൊടും. അതെങ്ങനെ പോണത് ഒന്ന് ആലോചിച്ചു. കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോഴേ ഇത് ഇപ്പോഴത്തെ കണ്ടീഷൻ കുറഞ്ഞ പറഞ്ഞ് കൊച്ചാക്കാൻ പാടില്ല, തെറ്റാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട കോൺഗ്രസ് മമതാ ബാനർജി ഡിസംബർ 6-ാം തീയതി, ഇന്നിപ്പോൾ 22 അല്ലേ, ശനിയാഴ്ച 22 പോയ ഒരു 10-15 ദിവസം, 10-12 ദിവസം കഴിയുമ്പോൾ അവിടെ ബാബരി മസ്ജിദ് പണിയാൻ ശ്രമിക്കുന്നു. ശ്രമമുണ്ടാവുള്ളൂ, നടക്കൂലെന്ന് ഞങ്ങൾക്കറിയാമല്ലോ. ഇവിടെ കോൺഗ്രസ് ഇത് ബാബരി മസ്ജിദ് പൊളിക്കാൻ കൂട്ടുന്നു. എവിടെ എത്തിയുടെ സോണിയ കോൺഗ്രസ്, കത്തോലിക്ക കോൺഗ്രസ്? ഞാൻ കത്തോലിക്ക കോൺഗ്രസ് ചോദിക്കണം, എവിടെ എത്തി? കത്തോലിക്ക കോൺഗ്രസ് ബാബരി മസ്ജിദ് പൊളിക്കാൻ കൂട്ടുനിന്നു. പിന്നെ മമതാ ബാനർജി അത് പണിയാൻ ശ്രമിക്കുന്നു. വ്യത്യാസം കണ്ട? ഇവിടെ 20% മുസ്ലിങ്ങളുടെ 100% സപ്പോർട്ട് കോൺഗ്രസ് ആയിരുന്നു ഇപ്പോൾ ഇന്ന് വരെ. പക്ഷെ അത് അവർ അംഗീകാരത്തിൽ അവർ മാറാൻ പോണ്. അവർ മാറി നാളെ അതിൽ പകുതി BJP ആയിട്ട് സഖ്യം ഉണ്ടാക്കി അല്ലെങ്കിൽ സംഘപരിവായിട്ട് ധാരണ എത്തിയാൽ എവിടെ എത്തിയടോ കത്തോലിക്ക കോൺഗ്രസ് ഇന്ത്യയിൽ? നിങ്ങളുടെ അവസ്ഥ. ഞാൻ കത്തോലിക്ക കോൺഗ്രസ് തന്നെ പറയുള്ളൂ, സോണിയ കോൺഗ്രസ് ഒന്നും പറയില്ല, കത്തോലിക്ക കോൺഗ്രസ് തന്നെ പറയുള്ളൂ. ഈ 2% താഴെയുള്ള ക്രിസ്ത്യൻ, പിന്നെ 1% താഴെയുള്ള കത്തോലിക്കർ നയിക്കുന്ന കോൺഗ്രസിൻ്റെ അവസ്ഥ എന്തായിരിക്കും? കത്തോലിക്ക അവസ്ഥ എന്തായിരിക്കും? ഞങ്ങൾ മുസ്ലിം സമുദായത്തിൽ മണ്ടന്മാരായിരിക്കും നിങ്ങൾ കളിയായിക്കും നോക്കണ്ട. നിങ്ങളിപ്പം പിന്നെ മോഡിക്ക് സപ്പോർട്ട് ചെയ്ത് ഇവിടെ കുറേ കുങ്കികളൊക്കെ വലിയ പൊങ്ങച്ചമുണ്ടല്ലോ. അതൊന്നും വേണ്ട. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ ഞങ്ങൾക്കും ചെയ്യാം. 20% പറഞ്ഞാൽ ഞങ്ങൾക്കും ചന്ദ്രീകരണമില്ല. ഞങ്ങൾ ചെയ്താലോ സംഘപരിവാർ ആരുടെ എത്തിക്കാര്യം എവിടെ എത്തിക്കാര്യം ഇന്ത്യൻ രാഷ്ട്രീയം? പിന്നെ സംഘപരിവാരം ചോദ്യം ചെയ്യാൻ ആർക്കെങ്കിലും സാധിക്കുന്നില്ല? ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾ അറ്റ കൈ ചിലപ്പോൾ അത് ഉപയോഗിച്ചിരിക്കും. ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് കൂടി തിക്കിയല്ലോ. അറബിയെ പുറത്താക്കി കഴിയാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അറ്റ കൈ ഉപയോഗിക്കും. അറ്റ കൈ ഉപയോഗിച്ചാൽ പിന്നെ നിങ്ങളൊന്നും പിന്നെ ഈ ഭൂമത്ത് ഉണ്ടാവില്ല. ഉണ്ടായിത്തന്നെ ജീവിച്ചിട്ടും കാര്യമില്ല. അവിടെ കത്തോലിക്ക കോൺഗ്രസ് പറയാനുള്ളത് ഇപ്പോൾ സംസ്ഥാനത്ത് കൊടുത്ത സ്ഥാനനിർണ്ണയങ്ങൾ കണ്ട. വയനാട്ടിൽ വേണ്ടത് അംഗീകാരം കിട്ടിയില്ലാത്ത സമസ്ത പറഞ്ഞു കഴിഞ്ഞത്. ഞങ്ങളിത് ലാസ്റ്റ് ലിസ്റ്റ് ഇപ്പോൾ ഇന്ന് ഏതാണ്ട് വരുമല്ലോ, നാളെ പിന്നെ പിൻവലിക്കാൻ പോകണം. 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ ഫയലെടുക്കും. ഇപ്പം നെറ്റിലടിച്ചെല്ലാം കിട്ടും. നോക്കിയിട്ട് ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് കിട്ടിയില്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ പ്രശ്നം ഗുരുതരാവും. പഴയതുപോലെ ഓക്കാച്ചി കാണിച്ച് പഠിപ്പിക്കുന്നു വേണ്ട.
ഇവിടെ കോൺഗ്രസ്സുകാരും ലാലുവും എല്ലാ മോനും സംഘപരിവാർ RSSനെ കാണിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ ബ്ലാക്ക് മെയ്യാണ്. ഇനി അത് വേണ്ട. ലാലുവിൻ്റെയൊക്കെ ആത്മഹത്യ ആത്മഹത്യ നമ്മൾ ചോദ്യം ചെയ്യേണ്ടി വരുന്നു. അതാണ് മനഃശാസ്ത്രജ്ഞർ പറഞ്ഞത്. ഏത് സാഹചര്യത്തിൽ ലാലു അവിടെ പാർട്ടി ഉണ്ടാക്കി ബഗൽപൂർ സമരത്തിന് അതിൻ്റെ പിന്നിൽ കളിച്ചാൽ എങ്ങനെ മുസ്ലിങ്ങൾ മുഴുവൻ കോൺഗ്രസിൽ മാറി? സംഘപരിവാറിന് വളരെ അവസരം കൊടുത്ത് ലാലുവിനെ പോലുള്ള പിന്നോക്ക പാർട്ടി എങ്ങനെ നേതാവായി? മുലായി എങ്ങനെ നേതാവായി? ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാൻശ്രാമിൻ്റെ ഇതായി മുസ്ലിങ്ങളും ദളിതുകളും മുഴുവൻ കാൻശ്രാമിൻ്റെ പാർട്ടിയിലേക്ക് പോയി. VP സിംഗിനെ അങ്ങോട്ട് പോയി, മുലായത്തിന് പോയി, ലാലുവിൻ്റെ പോയി, നിതീഷിനെ പോയി, പസ്വാനെടുത്ത് പോയി. അങ്ങനെ കോൺഗ്രസിനെ തകർത്ത് കളഞ്ഞു. എന്നിട്ട് ഈ സമുദായത്തെ കോരന് കുമ്പിൽ തന്നെ 20% മുസ്ലിങ്ങളുടെ അവസ്ഥയെ കോരന് കുമ്പിൽ തന്നെ ഇപ്പോഴും അവർ നിന്നെടുത്ത് നിൽക്കല്ല വളരെ താഴ്ത്തു. ഞാൻ സ്വതന്ത്ര ഇന്ത്യയിൽ 8% ഭൂസ്വത്തിന് ഉടമകളായിരുന്നു. അവരിപ്പോൾ എന്ത് ചെയ്ത് ഇപ്പൊ 1% താഴെ. ഇപ്പൊ BJP പ്രത്യേകിച്ചു അവിടെ നിൽക്കകളില്ലാതെ വന്നാൽ തലക്കുവീത് വെള്ളം വന്ന് അതുപോലെ തോണിയെന്ന് പറയുമ്പോൾ നിൽക്കകളില്ലാതെ നിങ്ങൾ അവിടെ നിന്നും ഇവിടുന്നും LDFും UDFും പിന്നെ എല്ലാം കൂടി ഒതുക്കി ശ്വാസം വിടേണ്ട അവസ്ഥയില്ലാതൊരു അവസ്ഥ വന്നാൽ അങ്ങനെ അവരെ എഴുന്നേൽക്കും. എഴുന്നേറ്റ് ശ്വാസം വിട്ടാണ്ടല്ലോ. പിന്നെ ഈ കത്തോലിക്ക കോൺഗ്രസ് ഒന്നുമല്ല ഇന്ത്യയിൽ, മനസ്സിലാക്കണം. ലാലുവല്ല മുലായല്ല ഒന്നുമല്ല. മുലായം പോയില്ല, ലാലുവല്ല മുലായത്തെ മോന് പോകില്ല. ലാലുവിൻ്റെ മോന് ചെറുക്കൻ എന്താ 10ാം ക്ലാസ് പോലും വിദ്യാഭ്യാസം ഇല്ലെന്നാണ്. 30 വയസ്സായിട്ടേ ഉള്ളൂ. ലാലു നാണാവൂല. ലാലു മനുഷ്യത്തൊടിയിൽ ഏതൊരു സീനിയർ നേതാവിനെ കൊടുത്താൽ രാജ്യം നിൽക്കണ്ടേ? ഇത് ഒരു വിദ്യാഭ്യാസം എടുത്ത ഭാര്യയെ കൊണ്ടാക്കി തട്ടിപ്പി അഴിവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇവിടെ ഞങ്ങൾ ഇത്രയും കാലം എന്നിട്ട് ഒരു അധികാരത്തിൽ പോയില്ല. ജനങ്ങൾ സേവിക്കുന്നില്ലേ? ഞങ്ങൾ സേവിക്കുന്ന എത്ര വാസം നിങ്ങളെ ചെയ്യുന്നത് നല്ലതായി ഇത് കണക്കുതിച്ച് പറയാം. അധികാരം വേണ്ട ജനങ്ങളെ സേവിക്കാൻ ഒരു ജനറൽ നോളജ് വേണം. അത് യൂണിവേഴ്സിറ്റി നോളജ് വേണം നിർബന്ധമില്ല. പക്ഷേ യൂണിവേഴ്സൽ നോളജ് വേണം. ആ യൂണിവേഴ്സൽ നോളജ് ഉണ്ടെങ്കിൽ ഈ ലാലിൻ്റെ മോന് അതുകൊണ്ട് പറയാൻ പറ്റുമോ? ചെറുപ്പല്ല, 30 വയസ്സോളം അല്ലേ ഉള്ളൂ. ഇവിടെ ഭീമാകാരമായ ഞാൻ അമിത്ഷായും മോഡിയും നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് ഞാനും കുറ്റം പറയുവാണെങ്കിൽ, പക്ഷേ അവർ ആ വിൽ പവർ അവർ അംഗീകരിക്കണം. തെറ്റായിട്ട് ശരിയായിട്ട് ഞാൻ പറഞ്ഞല്ലോ. അതായത് കക്കം പോയാലും അത് വിജയിക്കണം. കളവ് തെറ്റോ ശരി തെറ്റോ പിന്നീട്. അതുപോലെ അവർ പറയുന്ന പോളിസി അത് ഒരൊറ്റ പോയിന്റാണ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സംഘപരിവാറിന് വലിയ ലക്ഷ്യങ്ങളുണ്ട്. വലിയ ലക്ഷ്യങ്ങളുണ്ട്. ഇവിടെ കോൺഗ്രസ് നേതാക്കൾ ലാലുവിൻ്റെ പാർട്ടി എന്താ ലക്ഷ്യം? CPIM പോലും എന്താ ലക്ഷ്യം? അധികാരത്തിൽ കയറുക. അത് പച്ച മലയാളി പറഞ്ഞാൽ മറ്റെല്ലാ പാർട്ടികളും ലക്ഷ്യം അധികാരമാണ് എങ്കിൽ ഞങ്ങൾ ജനതാദൾ നാഷണലിസ്റ്റ് പാർട്ടിക്ക് അധികാര ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങളിൽ ഒന്ന് മാത്രമാണ് അധികാരം. അപ്പോൾ എന്താണ് ലക്ഷ്യം? 90% വരുന്ന പിന്നോക്ക ദളിത് ന്യൂനപക്ഷങ്ങൾക്ക് മാനാഭിമാനത്തോടെയും ആത്മാഭിമാനത്തോടെയും ഈ രാജ്യത്ത് സ്വതന്ത്രമായി വളരാനും വികസിക്കാനും അവസരം ഉണ്ടാകുക. ലക്ഷ്യം മനസ്സിലായില്ലേ? എന്തെന്ന് സംഘപരിവാറിനോ? സംഘപരിവാറിന് സവർണ മേധാവികളുടെ കയ്യിൽ അധികാരം ഒരിക്കലും പോകാതെ അവർ പറയുന്നതിൽ ഉറച്ചു നിൽക്കണം എന്നുള്ള ആ സനാതനിസ്റ്റുകൾ അവർക്ക് അങ്ങനെ വലിയൊരു ഇതുണ്ട്. അപ്പം ഞങ്ങൾ പറയുന്ന ഒരു ലക്ഷ്യം എന്നാൾ 90% വരുന്ന പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് മാനാഭിമാനത്തോടെയും അഭിമാനത്തോടു കൂടി സ്വതന്ത്രമായിട്ട് തലയുയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള സാഹചര്യം വേണം. അതായത് പണ്ട് വയനാട്ടിലെ ഒരു പണിക്കയുടെ തുണി അഴിഞ്ഞു പോയപ്പോഴേ അടുത്ത് നിന്ന ഒരു ദളിത് ആദിവാസി യുവാവ് പിടിച്ച് അയിത്വായി അയാൾ തല്ലി തകതയുണ്ട്. അതുപോലെ വരില്ല. എല്ലാവർക്കും തുല്യ നീതി. പക്ഷെ സംഘപരിവാറിന് അതിനേക്കാൾ വലിയ ലക്ഷ്യം അവർക്കുണ്ട്. ഞങ്ങൾക്കുള്ള പോലെ തന്നെ അതേക്കാൾ നല്ല അതുപോലെ വലിയൊരു ലക്ഷ്യം അവർക്കുണ്ട്. ആ ലക്ഷ്യം ഇതാണ്. സവർണ വിഭാഗങ്ങൾക്ക് 10% സവർണ വിഭാഗങ്ങൾക്ക് അവർ ചോദ്യം ചെയ്യാൻ പാടില്ലാരും. കാരണം 90% ഒരുമിച്ച് മൂത്തൊഴിച്ച് തീരാനുള്ള കാര്യമുള്ളൂ. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അതുപോലെ ഭയത്തിലാണ്. അതുകൊണ്ട് അവർ സംരക്ഷണം നോക്കും. അല്ല, ഞങ്ങൾ ഒരിക്കലും അവർ കുറ്റം പറയില്ല. ഏറ്റവും വലിയ അവരുടെ നിലനിൽപ്പാണ്. ആ 2 ലക്ഷ്യമുണ്ട്. അതൊന്ന് അവർക്ക് അങ്ങനെ ലക്ഷ്യമുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ ലക്ഷ്യമുണ്ട്. ജനതാദൾ നാഷണലിസ്റ്റ് കവി 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 ഒന്നുകൊന്നു മോളെ വന്നേ. കവി സ്വപ്നം ആ കവിയോട് വരാൻ പറഞ്ഞ് ചെന്ന് പറയാം. അവിടെ
ലൈൻ ഓൺ ചെയ്താണല്ലോ അത് അവർക്ക് അറിയില്ലല്ലോ. എന്തോ പരിചയ ഇതിൻ്റെ സൈക്കിളിട്ട് അത് കളഞ്ഞിട്ടില്ല, പക്ഷെ മറ്റെന്തോ കാണുന്നില്ല. അത് കളയിലിട്ടോ, അത് ഓഫാക്കിട്ടോ. പോയി സോറി. അതേ, അപ്പോൾ അവർക്ക് വലിയ ലക്ഷ്യമുണ്ട്. അപ്പോൾ രണ്ട് കൂട്ടം, ഞങ്ങൾക്കുള്ള ഒരു ലക്ഷ്യം, അതിന് വരെ 30 ലക്ഷം അവർക്കുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടിക്കോ അവർക്കെന്താണ്, അവർക്ക് എന്ത് കിട്ടിയത്? അധികാരം കിട്ടിയ മുസ്ലിം ലീഗ് ഉൾപ്പെടെ അവർക്ക് ലക്ഷ്യം അധികാരത്തെത്താറില്ല. ഞങ്ങൾക്ക് അങ്ങനെയല്ല. അപ്പോൾ ഇത്രയും മഹത്തും ബൃഹത്തുമായ ഒരു സാഹചര്യം ഉള്ളപ്പോൾ സോണിയ കോൺഗ്രസ് പറയുന്നത്, കത്തോലിക്ക കോൺഗ്രസ് പറയുന്നത്, നിങ്ങൾ സ്വതന്ത്രമായിട്ട് സന്തോഷമായിട്ട് നിങ്ങൾ മാറി നിൽക്കുക. BJP ഗവൺമെൻറ് താഴെ ഇറക്കിയിട്ട് ഒരു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് ഭരിക്കട്ടെ. അതല്ലെങ്കിൽ നിങ്ങൾക്കും കിട്ടൂല, ആർക്കും കിട്ടില്ല, നശിച്ചു പോവുകയും ചെയ്യും. ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.